സ്വാതന്ത്ര്യം എന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നത് മാത്രമല്ല, അക്കാലത്ത് വിപ്ലവകാരികൾ ലോകത്തോടും ജനതയോടും എല്ലാം പറഞ്ഞ വിശപ്പ്, ദാരിദ്ര്യം, അരക്ഷിതാവസ്ഥ ഇതിൽ നിന്നെല്ലാമുള്ള വിടുതൽ നേടുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സൃഷ്ടിക്കലായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ അത്തരമൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് പരിണമിക്കണം എന്നെല്ലാമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തത്. തൂക്കുമരത്തിലേറുമ്പോഴും ഭഗത് സിംഗ് ഉയർത്തിയ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഊർജം അപ്പറഞ്ഞതായിരുന്നു. ഭഗത് സിംഗിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം അതിഭീകരമായി വേട്ടയാടിയ പണ്ഡിറ്റ് കിഷോരിലാലും ശിവവർമ്മയുമെല്ലാം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുകയും CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തവരാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ സേനാ നായികയായിരുന്നു ധീരവനിതയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. അവർ അവസാന കാലം വരെ CPIMൻ്റെ ഏറ്റവും സമുന്നതയായ നേതാവായി തുടരുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എണ്ണി 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 പറയാനുണ്ട്. എന്നാൽ RSSനെ സംബന്ധിച്ച് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അവരുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കുകയും ചരിത്രത്തെ വക്രീകരിക്കുകയും കൃത്രിമമായി സ്വാതന്ത്ര്യ സമര പോരാളികളെ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുക്കുക എന്നുള്ളത് എല്ലാ ദേശസ്നേഹികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്, CPIM കാണുന്നത്, എല്ലാ ജനാധിപത്യവാദികളും കാണുന്നത്. 1920 ഒക്ടോബർ 17 താഷ്കൻഡിൽ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമെല്ലാമായി ബ്രിട്ടീഷ് വിരുദ്ധമായ ധാരാളം പോരാട്ടങ്ങൾ നടക്കുകയുണ്ടായി. ദേശീയ വിപ്ലവകാരികളായ ധാരാളം ചെറുപ്പക്കാർ സഖാക്കളായി മാറി. അവരെല്ലാം കൂടി ചേർന്നാണ് 1920ഓടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാമായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഒരു കാലത്ത് ആ കാലത്തെ ദേശീയ പ്രസ്ഥാനത്തിനകത്തും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്തും എല്ലാം രണ്ട് ധാരകൾ രൂപം കൊണ്ടിരുന്നു. ഒന്ന് മിതവാദികളായ നേതാക്കന്മാരുടെ ഒരു ധാരയായിരുന്നു, രണ്ടാമത്തത് വിപ്ലവകാരികളായ അണികളുടെ ഒരു ധാരയായിരുന്നു. ഈ രണ്ട് ചേരികളും കൂടി അവരുടെ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സോവിയറ്റ് വിപ്ലവം നടക്കുന്നത്. 1917 റഷ്യൻ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവത്തിൽ ആവേശം കൊണ്ട ചെറുപ്പക്കാർ, ഇപ്പറഞ്ഞ തീവ്രമായ നിലപാട് സ്വീകരിച്ചവരിൽ മഹാഭൂരിപക്ഷവും യുവ കമ്മ്യൂണിസ്റ്റുകാരായി മാറുന്ന ഒരു സാഹചര്യമെല്ലാം ഇപ്പറഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് വന്ന രണ്ട് ധാരകളിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. യുദ്ധക്കെടുതിയുടെ കാലത്ത് യൂറോപ്പിലും അമേരിക്കൻ വൻകരയിലും കാനഡയിലുമെല്ലാം ധാരാളം ആളുകൾക്ക് അക്കാലത്ത് കുടിയേറി പാർക്കേണ്ടി വന്നു. അവരിലെല്ലാം വിപ്ലവകാരികളായ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിനു പുറമെ ബ്രിട്ടീഷ് മർദ്ദനം മൂലം റഷ്യയിൽ അഭയം തേടേണ്ടി വന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഖിലാഫത്തുകാർ, മുഹാജിർമാർ, MN റോയിയെ പോലുള്ള വിപ്ലവകാരികൾ. അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ മേൽനോട്ടത്തിൽ 1920 താഷ്കൻഡിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഒരു തീക്ഷ്ണമായ കാലത്ത് അതിൻ്റെ കൂടി ഊർജ്ജമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. ലോകത്താകെ അക്കാലത്ത് ഉയർന്നു വന്ന മുതലാളിത്ത ചൂഷണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ ആവേശകരങ്ങളായ അനുഭവങ്ങളാണ് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഈ പറഞ്ഞ ലോകം മുഴുവൻ വിപ്ലവകാരികൾ സൃഷ്ടിച്ചു വരുന്ന, അല്ലെങ്കിൽ വിപ്ലവകാരികൾ ഉയർന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ നിന്ന് ഇതേപോലെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ അവർ കമ്മ്യൂണിസ്റ്റുകാരായി മാറുന്നതും പിന്നീട് ഇന്ത്യ രാജ്യത്തിനകത്ത് സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിനും അടിസ്ഥാന സാമൂഹിക പരിവർത്തനത്തിനും വേണ്ടി പോരാടലാണ് തങ്ങളുടെ ലക്ഷ്യം എന്നവർ പ്രഖ്യാപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമായും പിന്നീട് അവർ അത് തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ അതെല്ലാം കൂടി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. പക്ഷേ 1920 പാർട്ടി രൂപം കൊള്ളുന്നതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാഹചര്യമെല്ലാം രൂപപ്പെട്ടു വന്ന ഒരു ദശകം മുമ്പ് തന്നെ ഇതിനെല്ലാമുള്ളൊരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത്. 1908 ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് നാട് കടത്തുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത്തരൊരു തീരുമാനമെടുത്തപ്പം ബോംബെയിലെ തൊഴിലാളി വർഗം ഒന്നടങ്കം ഐതിഹാസികമായ പണിമുടക്കത്തിന് നേതൃത്വം കൊടുത്തു. 6 ദിവസം നീണ്ടു നിന്ന
ആ പണിമുടക്കിന് ഏറ്റവും മൃഗീയമായ നിലയിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ടത്. ആ സമരമുഖത്ത് ഏറ്റവും ധീരരായി നിന്ന് പൊരുതി 200-ലധികം തൊഴിലാളികൾ ഉജ്ജ്വലരായ വിപ്ലവകാരികളായി ബ്രിട്ടന്റെ പട്ടാളത്തെ നേരിട്ടു. 200-ലധികം പേരെ, ആയിരക്കണക്കായ തൊഴിലാളികൾ 200-ലധികം പേരെ ബ്രിട്ടീഷ് പട്ടാളം കൊന്നൊടുക്കി. അന്നാണ് സഖാവ് ലെനിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, വർഗബോധമുള്ള യൂറോപ്യൻ തൊഴിലാളിക്ക് ഇതാ ഏഷ്യയിലും സഖാക്കൾ ഉണ്ടായിരിക്കുന്നു എന്നും. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് പ്രായപൂർത്തിയായിരിക്കുന്നുവെന്ന് സഖാവ് ലെനിൻ അക്കാലത്ത് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിനുള്ള സഹായകരമായ നിലയിലേക്കാണ്. ആരംഭകാലത്ത് തന്നെ ബ്രിട്ടീഷ് ഭരണം കൊടിയ ചൂഷണമായിരുന്നു ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയത്. അവരുടെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭക്ഷ്യക്ഷാമം, പട്ടിണി മരണം, ഇതെല്ലാം നിത്യസംഭവങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അക്കാലത്ത് 1865 1870 കാലങ്ങളിലാണ് ബംഗാളിലും ഒറീസയിലും എല്ലാം ഭീകരമായ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ആ ഭക്ഷ്യക്ഷാമത്തിൽ 3 കോടി മനുഷ്യരാണ് അക്കാലത്ത് പട്ടിണി കിടന്ന് മരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഇത്തരം പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ഇതിനെല്ലാം എതിരായി അക്കാലത്ത് തന്നെ കർഷകരുടെ പോരാട്ടങ്ങൾ ശക്തിപ്പെട്ടു നിന്നു. 1855 ഇന്ത്യയിലെ സംഘടിതവും പ്രബലവുമായ കർഷക കലാപം, സന്താൾ കലാപം രാജ്യത്ത് രൂപപ്പെട്ടത്. ഞാനിത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടു വരുന്നത് ധാരാളം പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് സൂചിപ്പിക്കാനാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അക്കാലത്ത് കൊണ്ടുവന്ന സ്ഥിരം സെറ്റിൽമെൻറ്റ് നിയമം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. കൃഷിക്കാരുടെ ഭൂമി മുഴുവൻ സെമീന്ദാർമാരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു ആ നിയമം. ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ കൃഷിക്കാരനെ ഭൂമി ഇല്ലാത്തവനാക്കി മാറ്റുകയായിരുന്നു അക്കാലത്ത് അവർ ഈ നിയമത്തിലൂടെ ഏറ്റവും പ്രധാനമായി ചെയ്തത്. വനഭൂമിയിലുള്ള അവരുടെ അവകാശമെല്ലാം, കർഷകരുടെ അവകാശമെല്ലാം സെമീന്ദാർമാർ പിടിച്ചെടുത്തു. ഭൂമി തന്നെ അവർ പിടിച്ചെടുത്തു. 1 വർഷം മുഴുവൻ നീണ്ട അത്യുജ്വലമായ പോരാട്ടത്തിന്, സാന്താൾ കലാപത്തിന് കർഷകർ നേതൃത്വം നൽകി. ആ പോരാട്ടം 1 വർഷത്തോളം നീണ്ടുനിന്നു. 10,000-ലധികം കർഷകരായിരുന്നു ആ പോരാട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഗോത്രവർഗ്ഗക്കാരും കർഷകരും എല്ലാം തുടങ്ങി വെച്ച ഈ കലാപം ഭൂപ്രഭുക്കളും നാട്ടുരാജാക്കന്മാരും എല്ലാം അണിനിരന്നുകൊണ്ടുള്ള ഉശിരൻ പോരാട്ടമായി മാറുകയായിരുന്നു 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ആ പോരാട്ടത്തിൽ ഏറ്റവും പ്രബലമായ ശക്തിയായിരുന്നു കർഷകർ. ആ തുടർച്ചയായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ കർഷകരും ഈ സമരത്തിലെല്ലാം അണിനിരന്നു. ഹിന്ദു മുസ്ലിം ഭേദം മറന്നുകൊണ്ടാണ് ആ പോരാട്ടത്തിൽ കർഷകരും തൊഴിലാളികളും പട്ടാളക്കാരും എല്ലാം പോർക്കളത്തിലിറങ്ങി ബ്രിട്ടനെ വെല്ലുവിളിച്ചത്. ഝാൻസി റാണി ഉൾപ്പെടെയുള്ള സമരക്കാർ ആ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഡൽഹി സിംഹാസനത്തിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായായിരുന്നു അവരോധിച്ചത്. കർഷകരും തൊഴിലാളികളും സാധാരണ ജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടനെതിരായി നടത്തിയ അതിശക്തമായ ഈ പോരാട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ച് അണിനിരന്നപ്പോഴാണ് ജനങ്ങളുടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി വളർന്നു വന്ന അസംതൃപ്തിയെല്ലാം മെരുക്കിയെടുക്കാൻ അക്കാലത്ത് അലയടിച്ചുയർന്നു വന്ന ഞാൻ ഈ പറഞ്ഞ സമരങ്ങളുടെ എല്ലാം കൊടുങ്കാറ്റിനെ തടയിടാനെല്ലാമായി അന്ന് അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ടിരുന്ന ബുദ്ധിജീവികൾ, ഇടത്തരക്കാർ ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1885 ബ്രിട്ടീഷ് വൈസ്രോയുടെ നേതൃത്വത്തിൽ, ഇൻഡോറിലെ കളക്ടറായിരുന്ന OA ഹൂമിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാൻ പറഞ്ഞത് എല്ലാ വിഭാഗവും ഒന്നിച്ചു ചേർന്ന ഒരു പോരാട്ടമായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് വലിയ നിലയിലേക്ക് ബ്രിട്ടനെതിരായി വരുന്നു എന്നുള്ള ഘട്ടത്തിൽ ബ്രിട്ടൻ അവരുടെ സേഫ്റ്റി വാൽവായി രൂപീകരിച്ചതാണ് 1885 കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അത് പിന്നീട് അതിൻ്റെ സ്വഭാവം എല്ലാം മാറി. ഞാൻ അതിൻ്റെ ഒരു തുടക്കകാലത്തെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. 1880 ആകുമ്പോഴത്തേക്കും എല്ലാം ധാരാളം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് വളർന്നു വന്നു. സാഹിത്യകാരന്മാർ, തൊഴിലാളി പ്രവർത്തകർ എന്നിവരിലെല്ലാം ഈ പറയുന്നൊരു സോഷ്യലിസ്റ്റ് ആശയം വലിയ നിലയിലേക്ക് സ്വാധീനം ചെലുത്തി. രാജ്യത്തെ ജനങ്ങളിലേക്ക് തന്നെ ഈ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയവും പോരാട്ട വീര്യവും എല്ലാം ഉയർന്നു വന്നു. അത്യുജ്വലമായ തൊഴിലാളി പോരാട്ടങ്ങൾക്ക് ഈ ഒരു അന്തരീക്ഷം രാജ്യവ്യാപകമായി സാക്ഷ്യം വഹിച്ചു. 1862 ഏപ്രിൽ മെയ് മാസങ്ങളിൽ റെയിൽവേ തൊഴിലാളികളുടെ ഒരു ഉജ്ജ്വലമായ പണിമുടക്ക് നമ്മുടെ രാജ്യത്ത് നടന്നു. 1200-ലധികം പേർ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ തന്നെ കാണുന്നത്. ആധുനിക തൊഴിലാളി വർഗത്തിൻ്റെ പിറവി ഇതോടുകൂടിയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നത്. ധാരാളം സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പുതിയ മേഖലകൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി ആധുനിക തൊഴിലാളി വർഗം ഉണ്ടാവുകയാണ്. ബഹുജന സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതായിരുന്നു
ഈ പറയുന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടം അതായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. 1881 തന്നെ മാർക്സിനെ കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ, ലേഖനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. ബാലഗംഗാധര തിലകൻ, രവീന്ദ്രനാഥ ടാഗോർ, ലാല ഹർദയാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ മാർക്സിനെ കുറിച്ചുള്ള ലേഖനങ്ങളെല്ലാം എഴുതി പ്രസിദ്ധീകരിച്ചു. മാർക്സിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും എല്ലാ ആശയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് ഇത്തരം പ്രചാരണങ്ങളിലൂടെ, സാഹിത്യങ്ങളിലൂടെ എല്ലാം വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. നിയമാനുസൃതമായ മാർഗത്തിലൂടെയുള്ള സ്വയംഭരണമാണോ അതോ ബഹുജന സമരങ്ങളിലൂടെയുള്ള ദേശീയ വിമോചനമാണോ, ഏതാണ് ശരിയായ മാർഗം എന്നുള്ള ചോദ്യം അക്കാലത്ത് കോൺഗ്രസിനകത്ത് സംഘടിതമായി ഉയർന്നു വന്നു. സാധാരണഗതിയിൽ കുറേ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, പ്രമേയങ്ങൾ പാസാക്കുക, ഒത്തുതീർപ്പ് സമീപനങ്ങൾ മാത്രം എടുക്കുക, ഇതെല്ലാം ചെയ്ത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയവാദികളായ വിപ്ലവകാരികളിൽ ചിലർ ബ്രിട്ടനെതിരായിട്ടുള്ള സായുധ സമരത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് 1902 അനുശീലൻ സമിതി രൂപം കൊള്ളുന്നത്. അതിനെ തുടർന്ന് തന്നെ വിപ്ലവകാരികളായ ആളുകളെ തൂക്കിക്കൊല്ലാനും വെടിവെച്ചു കൊല്ലാനും ഈ ഇങ്ങനെ വളർന്നു വരുന്ന സംഘടിത പ്രസ്ഥാനങ്ങളെ തകർക്കാനും എല്ലാം ബ്രിട്ടീഷ് ഭരണകൂടം അക്കാലത്ത് തന്നെ എല്ലാ ശ്രമവും നടത്തി. 1905 സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ബംഗാളിനെ വിഭജിക്കാൻ കൈസൺ പ്രഭു തീരുമാനിക്കുന്നു. അതിനുള്ള ഉത്തരവ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇറക്കുന്നു. അതിനെതിരായിട്ടുള്ള അത്യുജ്വലമായ പോരാട്ടമാണ് ബംഗാളിലും എല്ലാം ഒന്നിച്ചൊരു ജനത ഒറ്റക്കെട്ടായി നടത്തിയത്. 1907 വൈസ്രോയി സഞ്ചരിച്ച തീവണ്ടിയിൽ വിപ്ലവകാരികൾ ബോംബിട്ടു. 1908 അലിപ്പൂർ ഗൂഢാലോചന കേസിൽ ഇതിൻ്റെ എല്ലാം ഭാഗമായി 4 സഖാക്കളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ബ്രിട്ടീഷ് വൈസ്രോയി ലോർഡിനെ വധിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ 4 ഉജ്ജ്വലരായ വിപ്ലവകാരികളെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിക്കൊല്ലുന്ന സ്ഥിതിയുണ്ടായി. ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കിങ്സ്ഫോർഡിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ പ്രഫുല്ല ജാക്കി അദ്ദേഹത്തെ പ്രതിയാക്കി. ഉജ്ജ്വലനായ വിപ്ലവകാരിയായിരുന്നു പ്രഫുല്ല ജാക്കി. അദ്ദേഹം പോലീസിന് കീഴടങ്ങാതെ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു അക്കാലത്ത് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ചേരിപ്പോരിൻ്റെ മുന്നടയാളമായിരുന്നു ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലെല്ലാം. അവസാനം ഈ സമര വിപ്ലവ പ്രവർത്തനങ്ങൾക്കിടയിൽ ബ്രിട്ടന് മുട്ടുമടക്കേണ്ടി വന്നു. 1911 ബംഗാൾ വിഭജന തീരുമാനം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. ഈ ഒരു തീവ്രമായ നിലപാടിൻ്റെ ഭാഗമായിരുന്നു ബംഗാൾ വിഭജനം ഉൾപ്പെടെ പിൻവലിക്കേണ്ടി വന്നു. അതേസമയം തന്നെ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ വറുതി ഒരു ഭാഗത്ത്, ബ്രിട്ടീഷ് കൊള്ള മറുഭാഗത്ത്, ഇതിൻ്റെ എല്ലാം ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ധാരാളം യുവാക്കൾ വിവിധ മേഖലകളിലേക്ക് കുടിയേറി. ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ വൻകരകളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമെല്ലാമായി പല പ്രദേശങ്ങളിലേക്കും ഇന്ത്യൻ യുവത്വം ഈ ഒരു വറുതിയുടെ കാലത്ത് പലായനം ചെയ്യുകയുണ്ടായി. അങ്ങനെ കുടിയേറിയ ധാരാളം തൊഴിലാളികൾക്കും അതുപോലെ തന്നെയുള്ള സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ഈ കുടിയേറിയ സ്ഥലത്തും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. വിവിധ നിലകളിലേക്കുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഈ പീഡനമെല്ലാം ഏറ്റ വിപ്ലവകാരികളായ ചെറുപ്പക്കാർ, സോഷ്യലിസത്തിലെല്ലാം ആകൃഷ്ടരായ ചെറുപ്പം 1913 മാർച്ച് മാസം 13 കാനഡയിൽ വെച്ച് അവരൊരു പാർട്ടി രൂപീകരിച്ചു. ഒരു കൂട്ടം ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിപ്ലവകാരികളെല്ലാം കൂടി ചേർന്ന് ആ പാർട്ടിയുടെ പേര് ഗദർ പാർട്ടി അല്ലെങ്കിൽ വിപ്ലവ പാർട്ടി എന്നായിരുന്നു. അവർ പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യത്തിൻ്റെ വില മരണമാണ്, കലാപം അടിമയുടെ അവകാശമാണ്. ഈ 2 മുദ്രാവാക്യമായിരുന്നു ഗദർ പാർട്ടി മുഴക്കിയത്. അതിൻ്റെ ഒരു ആവേശം അവിടെ മാത്രമല്ല ഇന്ത്യയിലും വലിയ നിലയിലേക്ക് അലയടിച്ചു. ധാരാളം വിപ്ലവകാരികൾ ഈ പറയുന്ന ബ്രിട്ടനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങി. 1917 ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഗൂഢാലോചന നടത്തിയെന്നതിൻ്റെ പേരിൽ ഇത്തരം വിപ്ലവകാരികൾക്കൊക്കെ എതിരായി, ചെറുപ്പക്കാർക്കെതിരായി ലാഹോർ ഗൂഢാലോചന കേസ് ചുമത്തി 7 പേരെ ബ്രിട്ടൻ തൂക്കിക്കൊന്നു. 1919 മാർച്ച് 12 ധാരാളം സമരങ്ങളുടെ എല്ലാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് ഡൽഹിയും അലഹബാദും അമൃത്സറും എല്ലാം സമരമുഖങ്ങളായി മാറുന്നത് ആ ഒരു ദിവസത്തെ തുടർന്നുള്ള നിരവധിയായ സമരങ്ങൾ പട്ടാള ഭീകരവാഴ്ചയിലേക്ക് ഈ ദിവസങ്ങളിലും തൊട്ടടുത്ത ദിവസങ്ങളിലും എല്ലാമായി രാജ്യം മാറി. ജനങ്ങളെയും തൊഴിലാളികളെയും കർഷകരെയും എല്ലാം അടിച്ചമർത്തൽ ഒരു സ്ഥിരം സംഭവമായി മാറി. ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് നടത്തി. 28 പേർ ഈ ഒരു ദിവസം മാത്രം മരിച്ചു എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ എഴുതി ചേർക്കപ്പെട്ടത്. പിന്നീട് ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 ഇത്തരം ഭീകരതക്കെതിരായി, കിരാത ഭരണത്തിനും മനുഷ്യവേട്ടക്കുമെതിരായി ജാലിയൻ വാലാബാഗിൽ സമ്മേളിച്ച ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണകൂടം അതിക്രൂരമായിട്ടാണ് വെടിവെച്ചു കൊന്നത്. 1000-ലധികം പേരാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്.
റൗലത്ത് ആക്ടിനെതിരായിട്ട് അക്കാലത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരം ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിമാലയൻ അബദ്ധമായിരുന്നു എന്നാണ് ഗാന്ധിയും അതേപോലെ തന്നെ കോൺഗ്രസും എല്ലാം പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ ഒരു അന്തരീക്ഷം, ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഗാന്ധി നടത്തുമ്പോൾ വലിയ നിരാശ ചെറുപ്പക്കാരിലുണ്ടാക്കി. പക്ഷേ രാജ്യത്താകെ വലിയ രീതിയിലേക്കുള്ള ജനകീയ രോഷം ബ്രിട്ടനെതിരായി ഉയർന്നു വന്നു. കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ വലിയ നിലയിലേക്കുള്ള ജനമുന്നേറ്റം ഉണ്ടായി. വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ അതിശക്തമായ നിലപാട് ബ്രിട്ടനെതിരായിട്ട് ജനങ്ങൾ സ്വീകരിച്ചു. ദേശീയ വിമോചന പോരാട്ടത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയരാൻ ഇന്ത്യൻ തൊഴിലാളി വർഗത്തോട് ലെനിൻ ഈ കാലഘട്ടത്തിൽ ആഹ്വാനം ചെയ്യണം. അപ്പോൾ ഒരു സാർവദേശീയ സാഹചര്യത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളി സംഘടനകളെല്ലാം പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം നടത്തിയത്. ഇത്തരം പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും എല്ലാം തീക്ഷ്ണമായ ഇന്ത്യൻ സാഹചര്യത്തിലാണ് 1920 ഒക്ടോബർ 17 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കൻഡിൽ വെച്ച് രൂപം കൊള്ളുന്നത്. ഗദർ വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഗദർ വിപ്ലവകാരികൾ അവരുടെ എല്ലാ സഹായവും ഇടപെടലുകളും എല്ലാം പാർട്ടി രൂപീകരണത്തിന് വേണ്ടി സഹായിച്ചു. സഖാവ് മുഹമ്മദ് ഷഫീഖ് ആയിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു പാർട്ടി ഘടകം രൂപീകരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കെതിരായി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അതേപോലെ തന്നെ ശക്തിപ്പെട്ടു വന്ന തൊഴിലാളി പ്രസ്ഥാനം, അല്ലെങ്കിൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ രൂപപ്പെട്ട കലാപങ്ങളും പ്രതിഷേധങ്ങളും അതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുടർച്ചയായിരുന്നു ഈ പറയുന്ന 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുടനീളം പ്രകമ്പനം കൊള്ളിച്ച സായുധ ചെറുത്തുനിൽപ്പുകളുടെയും തൊഴിലാളി കർഷക പ്രക്ഷോഭങ്ങളുടെയും ആശയധാരയും നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നുവെന്ന് ഇക്കാലത്തെ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും എല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ സംഘടിത ബഹുജന പ്രക്ഷോഭങ്ങളാക്കി വളർത്തിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ അക്കാലത്ത് തീരുമാനിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ബഹുജന പ്രക്ഷോഭങ്ങളാക്കി ദേശീയ പ്രസ്ഥാനത്തെ മാറ്റണമെന്ന് നിശ്ചയിച്ചു. 1920 ഒക്ടോബർ 31 വിവിധ പ്രവശ്യകളിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളി സംഘടനകളെല്ലാം കൂടി ഏകോപിപ്പിച്ച് ലാലാ ലജ്പത് റായ് അധ്യക്ഷനായിക്കൊണ്ടാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകൃതമാവുന്നത്, ADC. തൊഴിലാളി പോരാട്ടങ്ങൾ ഇതോടുകൂടി കുറെ കൂടി ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതോടുകൂടി രാജ്യത്താകെ ശക്തിപ്പെടുകയാണ്. ബോംബെയിൽ 1.5 ലക്ഷം തൊഴിലാളികളുടെ പണിമുടക്ക് അക്കാലത്ത് അതിരൂക്ഷമായ നിലയിലേക്ക് നടക്കുകയുണ്ടായി. കൽക്കത്തയിൽ 2 ലക്ഷത്തോളം ചണമിൽ തൊഴിലാളികളാണ് പണിമുടക്കിയതെന്ന് ബ്രിട്ടീഷ് രേഖകൾ തന്നെ കാണിക്കുന്നു. 12,000 റെയിൽവേ തൊഴിലാളികളും മിൽ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഈ പോരാട്ടത്തോടനുബന്ധമായി വിവിധ പ്രദേശങ്ങൾക്കകത്ത് അണിനിരന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും രാജ്യത്താകെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്ന വലിയ വിമോചന പോരാട്ടങ്ങളും എല്ലാം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഈ പോരാട്ടങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ നിലയിലേക്കാണ് അസ്വസ്ഥമാക്കിയത്. പൂർണ്ണ സ്വാതന്ത്ര്യവും സമൂലമായ സാമൂഹ്യ സാമ്പത്തിക പരിഷ്കാരങ്ങളുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി പ്രഖ്യാപിക്കുകയും പ്രചരണം നടത്തുകയും അക്കാലത്ത് ചെയ്തു. അങ്ങനെയാണ് അഹമ്മദാബാദിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച ഞാൻ ഈ പറഞ്ഞ ഒരു കർമ്മ പരിപാടി മാനിഫെസ്റ്റോ വിതരണം ചെയ്യപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പ്രതിദാനം ചെയ്ത വിപ്ലവാശയങ്ങളുടെയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ മുറുകെ പിടിച്ച യാഥാസ്ഥിതിക വീക്ഷണത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെ ആദ്യ വേദിയായിരുന്നു ഈ പറയുന്ന 1921 അഹമ്മദാബാദിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത്. ഗാന്ധി സ്വരാജിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 1920 കോൺഗ്രസിൻ്റെ സമ്മേളനം അംഗീകരിച്ചത് സ്വരാജായിരുന്നു, പുത്രിക രാജ്യ പദവി എന്ന ആവശ്യമായിരുന്നു ഗാന്ധി ഉന്നയിച്ചത്. അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് പകരം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം സഖാവ് മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു കമ്മ്യൂണിസ്റ്റായ സ്വാമി കുമാരാനന്ദ് അതിനെ പിന്താങ്ങിയാണ്. രാജ്യത്തെ ആദ്യ തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഈ പറയുന്ന മൗലാന ഹസ്രത്ത് മൊഹാനിയും അതുപോലെ തന്നെ സ്വാമി കുമാരാനന്ദും. 1920 കൽക്കത്ത കോൺഗ്രസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വരാജ് എന്ന് പറയുന്ന സംവിധാനം ഒരാശയം രൂപപ്പെടുത്തുന്നത് ഗാന്ധി. എന്നാൽ എല്ലാ വിദേശ നിയന്ത്രണങ്ങളിൽ നിന്നും വിമുക്തമായ പരിപൂർണമായ സ്വാതന്ത്ര്യം എന്ന വിധത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ സ്വരാജിനെ നിർവഹിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ തുടർന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പ്രമേയം സമ്മേളനം തള്ളിക്കളഞ്ഞു.
കമ്മ്യൂണിസ്റ്റുകാർ പിന്നോട്ട് പോയില്ല. അവർ നല്ല നിലയിലേക്കുള്ള പ്രചരണം തുടർന്നു. പിന്നീട് ഗയയിലും ഗുവാഹത്തിയിലുമെല്ലാം കോൺഗ്രസിന്റെ സമ്മേളനം ചേർന്നപ്പം ഈ പറയുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നടത്തേണ്ടായി. താഷ്കൻഡിൽ വെച്ച് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയെ ഞാൻ ഈ പറഞ്ഞ സമ്പൂർണമായ മോചനം എന്നുള്ള ലക്ഷ്യം അത് പ്രിന്റ് ചെയ്ത് വ്യാപകമായ നിലയിലേക്ക് തന്നെ വിതരണം ചെയ്യുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് സഖാക്കൾ എം എൻ റോയും അതേപോലെ തന്നെ അബനി മുഖർജി എല്ലാം കൂടി ചേർന്ന് മാനിഫെസ്റ്റോ ധാരാളം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്തു. കോൺഗ്രസിനകത്ത് ഇതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അജ്മീറിലുള്ള 2 കമ്മ്യൂണിസ്റ്റുകാർ ഈ രേഖ ധാരാളം അച്ചടിച്ച് വ്യാപകമായി വിതരണം ചെയ്തു. ഇതെല്ലാം ഈ ആശയത്തിന്, കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ച ആശയത്തിന് കൂടുതൽ സ്വാധീനം കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ പുറത്തും ലഭിക്കുന്ന സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടു എന്നുള്ളതായിരുന്നു അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടം ശക്തിപ്പെടുത്തി. തങ്ങൾക്ക് നേരിടാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രവർത്തനം കൊണ്ട് തങ്ങൾക്ക് നേരിടാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അവർ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ആരംഭിച്ചു. മൗലാന ഹസ്രത്ത് മൊഹാനിയെ അറസ്റ്റ് ചെയ്തു. പ്രമേയം അവതരിപ്പിച്ച മൊഹാനിയെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായി ധാരാളം കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. 1921 പെഷവാർ ഗൂഢാലോചന കേസ് ഇങ്ങനെയായിരുന്നു. താഷ്കൻഡിലും മോസ്കോവിലും പോയ നിരവധി സഖാക്കളെ തെരഞ്ഞു പിടിച്ച് ജയിലിലടക്കിയായിരുന്നു. 1927 വരെ 5 കേസുകളാണ് പെഷവാർ ഗൂഢാലോചന കേസുകളുടെ ഒരു പരമ്പരയായി ബ്രിട്ടൻ കേസ് ചാർജ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന കുറ്റപത്രങ്ങളിലെല്ലാം പറഞ്ഞത്. അതായത് ബ്രിട്ടൻ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ മുൻകൈയിൽ ധാരാളം ആശയപ്രചരണങ്ങൾ അക്കാലത്ത് നടന്നു. വിവിധങ്ങളായ പത്രങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയ ഗ്രൂപ്പുകൾ ധാരാളം പത്രങ്ങൾ അവർ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചു. ബ്രിട്ടനെതിരായിട്ടുള്ള ആശയപ്രചരണത്തിൻ്റെ ഭാഗമായി നവയുഗം, ലേബർ മന്ത്ലി, ഗണവാണി, ഇൻഗുലാബ്, സോഷ്യലിസ്റ്റ് തുടങ്ങിയ അക്കാലത്തെ പ്രമുഖമായ കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ സമരബോധവും വിപ്ലവ ബോധവും എല്ലാം ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും സഹായകരമായ നിലയിലേക്കുള്ള ആശയപ്രചരണം അക്കാലത്ത് നടത്തേണ്ടായി. ഇതിനൊക്കെ തടയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുളയിലെ നുള്ളാനും ഉള്ള ഗൂഢാലോചന വീണ്ടും ബ്രിട്ടീഷ് ഭരണകൂടം സജീവമായ നിലയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇതിൻ്റെ ഭാഗമായി തുടർന്നും പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കുമെതിരായി ധാരാളം ഗൂഢാലോചന കേസുകൾ നിരന്തരമായി ബ്രിട്ടീഷ് ഭരണകൂടം ചുമത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ മോസ്കോയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ചക്രവർത്തിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് എം എൻ റോയി, ശിങ്കാരവേലു ചെട്ടിയാർ, സത്യഭക്തൻ, മുസഫർ അഹമ്മദ്, ഷൗക്കത്ത് ഉസ്മാനി, നളിനി ഗുപ്ത, ഗുലാം ഹുസൈൻ തുടങ്ങിയ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരായി കാൺപൂർ ഗൂഢാലോചന കേസ് 1923 രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ദിരാ മോസ്കോയുടെ സഹായത്തോടുകൂടി ബ്രിട്ടനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഈ നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ അടച്ചു. അതിന് പുറമേയും ധാരാളം സഹാക്കളെ ഭീകരമായ മർദ്ദനത്തിന് ബ്രിട്ടൻ വിധേയമാക്കി. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൽക്കത്ത, ബോംബെ, മദ്രാസ്, ലാഹോർ എന്നിവിടങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ സജീവമായ പ്രവർത്തനം ഈ ബ്രിട്ടന്റെ മർദ്ദനമുറകളെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ നടത്തി വലിയ മുന്നേറ്റം ഉണ്ടാക്കി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നിലയിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളും ആശയഗതിക്കാരും എല്ലാം കൂടി 1925 കാൺപൂരിൽ വെച്ചിട്ട് ഡിസംബർ മാസത്തിൽ ഒരു സമ്മേളനം ചേർന്നു. അങ്ങനെയാണ് ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഉണ്ടാകുന്നത്. അത് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ പടി താഷ്കൻഡ് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു കാൺപൂർ സമ്മേളനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം സ്വരാജ്യം സ്ഥാപിക്കലാണെന്ന് എല്ലാ സമ്മേളനങ്ങളും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സമ്പൂർണമായ സ്വാതന്ത്ര്യം പ്രാപിക്കലാണെന്ന് ആവർത്തിച്ച് പാർട്ടി വിവിധ ഘട്ടങ്ങളിലായി എല്ലാ സമ്മേളനങ്ങളിലും പ്രഖ്യാപിച്ചു. തൊഴിലാളി കർഷക പോരാട്ടങ്ങൾ ശക്തമാക്കി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ജനങ്ങളിൽ ആളിക്കത്തിക്കുക എന്നുള്ളതായിരുന്നു പാർട്ടി പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. 1927 ഗോരഖ്പൂരിൽ 25,000 തൊഴിലാളികളാണ് നടന്ന പണിമുടക്കാണ് നടത്തിയത്. 28 ബോംബെയിൽ 2 ലക്ഷം പേർ പങ്കെടുത്ത ടെക്സ്റ്റൈൽ തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്ക് നടന്നു. കാൺപൂർ, ഷോളയാർ, ജംഷഡ്പൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിലെല്ലാം തൊഴിലാളി പണിമുടക്കങ്ങൾ ഏറ്റവും ശക്തമായ നിലയിലേക്ക് നടന്നു. ഇന്ത്യയെ അത് പ്രകമ്പനം കൊള്ളിച്ചു. 5 ലക്ഷം തൊഴിലാളികൾ അക്കാലത്ത് പണിമുടക്കിൽ പങ്കെടുത്തതായി ബ്രിട്ടന്റെ തന്നെ എല്ലാ രേഖകളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
1929 ആകുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തന്നെ കണക്കനുസരിച്ച് 6.5 ലക്ഷം 7 ലക്ഷത്തിനടുത്ത് തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേർന്നതായി ഭീകരമായ കണക്കുകൾ, പേടിപ്പെടുത്തുന്ന കണക്കുകൾ എന്നുള്ള നിലയിൽ റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അയക്കുകയുണ്ടായി. ഈ കാലത്ത് വളരെ സജീവമായ നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തനം നടത്തി. അവരുടെ നേതൃത്വത്തിൽ ഓരോ നിലയിലുള്ള ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതകൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുകയുണ്ടായി. അതിനനുസരിച്ച് തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ പാർട്ടിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തി. ബോൾഷെവിക് വിപത്ത് തടയാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒന്നടങ്കം പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അക്കാലത്തുള്ള ധാരാളം ബ്രിട്ടീഷ് രേഖകൾ കാണിക്കുന്നത്. അതിനെല്ലാം ചെറുത്തുകൊണ്ട് തന്നെ ധാരാളം പാർട്ടി പ്രവർത്തകർ സജീവമായ നിലയിലേക്ക് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ അണിനിരന്ന് ആ അണിനിരന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റുകാരാവാൻ സാധ്യതയുള്ളവരെയെല്ലാം ജയിലിൽ അടയ്ക്കൽ ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി ആ കാലത്ത് തുടർന്നു. അങ്ങനെ പിടിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ പ്രവർത്തകരിൽ നല്ല ശതമാനത്തെ അൻഡമാൻ സെല്ലുലാർ ജയിലിലാണ് അടച്ചത്. കുറേ സഖാക്കളുടെ പേരുകൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. തൊഴിലാളി കർഷക പാർട്ടി പ്രവർത്തകർ, ദേശീയവാദികൾ തുടങ്ങിയവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ സഹായിക്കുന്നു എന്ന നിലയിലേക്ക് മറ്റു നിലയിലുള്ള ഗൂഢാലോചന കേസുകളും അക്കാലത്ത് ബ്രിട്ടൻ ചുമത്താൻ വേണ്ടി തുടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരൊന്നും ബ്രിട്ടന് ഭീഷണിയായില്ല. കോൺഗ്രസ് ഉൾപ്പെടെ പ്രവർത്തനം നടത്തുന്നു. RSS അതിനുശേഷം രൂപീകരിക്കപ്പെട്ടു. ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ബ്രിട്ടന് ഒരു പ്രശ്നമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നു പ്രശ്നം. അതുകൊണ്ട് എല്ലാം ഇത് കൈകാര്യം ചെയ്യാം, മുളയിലെ നുള്ളുക എന്നുള്ള ഒരു മൂന്നാം ഘട്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് 1929 മീററ്റ് ഗൂഢാലോചന കേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചാർജ് ചെയ്യുന്നത്. 18 പേരെ ആ കേസിൽ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ. ബാക്കി അവരെ സഹായിക്കുന്നവർ എന്നുള്ള നിലയിൽ മറ്റു പലരെയും ഉൾപ്പെടുത്തി. മുസാഫർ അഹമ്മദും PC ജോഷിയും ഉൾപ്പെടെ 31 നേതാക്കളും പ്രവർത്തകരുമാണ് മീററ്റ് ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു മീററ്റ് ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷ് ചക്രവർത്തിയെ നിഷ്കാസനം ചെയ്യുന്നതിനായി കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കുറ്റപത്രം. 4 വർഷക്കാലമാണ് ആ കേസിന്റെ കുറ്റവിചാരണ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ മൗലികമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ഈ കേസിൽ പ്രതിയായ സഖാക്കൾ കേസിന്റെ വിചാരണയെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ആ വിപ്ലവകാരികളുടെ ഏറ്റവും മഹത്തായ ഇന്ത്യൻ പാർട്ടിക്ക് നൽകിയ സംഭാവന എന്ന് പറയുന്നത്. ആശയപരമായി, രാഷ്ട്രീയമായി ബ്രിട്ടനെതിരായി പ്രത്യാക്രമണം നടത്താനുള്ള വേദിയായി മീററ്റ് ഗൂഢാലോചന കേസിന്റെ വിചാരണയെ, ആ വിചാരണ നടന്ന കോടതി മുറിയെ കമ്മ്യൂണിസ്റ്റുകാർ മാറ്റി എന്നുള്ളത് ചരിത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ ബഹുജനങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്താനുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിരന്തരമായ ഒരു ശ്രമമായിരുന്നു ഈ പറയുന്ന എല്ലാ ഗൂഢാലോചന കേസുകളും എന്നുള്ളത് നമുക്ക് ഓരോന്നിൻ്റെയും വിചാരണ, അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. 1930 മെയ് മാസം 8-ാം തീയതിയാണ് പെഷവാറിലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തൊഴിലാളി വർഗം നേരിട്ട് ബ്രിട്ടീഷ് പട്ടാളവുമായി ഏറ്റുമുട്ടിയ ധീരമായ പോരാട്ടം ആ കാലത്ത് ഈ പറയുന്ന പാർട്ടി നേതൃത്വം നൽകി സംഘടിപ്പിച്ച തൊഴിലാളി വർഗത്തിന് നേതൃത്വം നടന്നു. ഇന്ത്യൻ സൈനികരായിരുന്നു തൊഴിലാളി വർഗത്തിന് ആയുധം കൊടുത്തത്, മറ്റു ബ്രിട്ടീഷ് പട്ടാളവുമായിട്ട് നേരിടുന്നതിനില്ല. ഒരാഴ്ചക്കാലം പെഷവാർ നഗരത്തിൻ്റെ ഭരണം ജനങ്ങളുടെ കയ്യിലായി, ഈ പോരാട്ടം നടത്തിയ തൊഴിലാളികളുടെ കയ്യിലായി. അതിനെ ആ കാലത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇന്ത്യയിലെ പാരീസ് കമ്മ്യൂണായിരുന്നു പെഷവാർ എന്നായിരുന്നു. 300-ലധികം ആളുകളെയാണ് ബ്രിട്ടീഷ് പട്ടാളം അതിഭീകരമായി കൊല ചെയ്യപ്പെട്ടത് ആ പെഷവാർ സമരത്തിൻ്റെ ഭാഗമായി. ധാരാളം തൊഴിലാളി നേതാക്കളെ ഇതിന് പുറമെ നേരിട്ട് വെടിവെച്ച് കൊന്നതിന് പുറമെ ബ്രിട്ടൻ തൂക്കിലേറ്റുന്ന സാഹചര്യവും ഈ പെഷവാർ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. ഇത് രാജ്യത്ത് വലിയ പ്രചരണമാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ധാരാളം ആളുകൾ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെ സമരമുഖത്തേക്ക് അണിനിരന്നു. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടിയുള്ള സായുധ സമരം എന്നുള്ള മുദ്രാവാക്യം ഈ പോരാട്ടങ്ങളുടെയും ബ്രിട്ടന്റെ ആക്രമണത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുകയാണ്. ഭഗത് സിംഗിൻ്റെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ സോഷ്യലിസ്റ്റ് അസോസിയേഷൻ 2 ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിശക്തമായ പ്രവർത്തനം അക്കാലത്ത് നടത്തിയത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സോഷ്യലിസ്റ്റ് ഭരണക്രമവുമായിരുന്നു
ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള മാർഗം സായുധ സമരമാണെന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ സോഷ്യലിസ്റ്റ് അസോസിയേഷൻ പരസ്യമായി പ്രഖ്യാപിച്ചു. നിരവധിയായ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായ വിപ്ലവകാരി ഭഗത് സിംഗിനെ 1931 മാർച്ച് മാസം 23-നാണ് ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിക്കൊല്ലുന്നത്. ഭഗത് സിംഗും സുഖ്ദേവും രാജഗുരുവും ഉൾപ്പെടെയുള്ള ഉജ്ജ്വലരായ വിപ്ലവകാരികളുടെ അന്ത്യപ്രഖ്യാപനങ്ങൾ രാജ്യത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും വിപ്ലവകാരികളെയും ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അണിനിരന്ന ഉജ്ജ്വലരായ എല്ലാ മനുഷ്യരെയും ആവേശഭരിതരാക്കി. ഭഗത് സിംഗ് കൊലമരത്തിൽ നിന്ന് പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു: വിപ്ലവം എന്നത് മുതലാളിത്തത്തെ തകർത്ത് തൊഴിലാളി വർഗത്തിന്റെ ആധിപത്യത്തിലെത്തുന്ന സമ്പൂർണമായ മാറ്റമാണ്. വിപ്ലവത്തിന്റെ ആൾത്താരയിൽ ഞങ്ങൾ പൂജാദ്രവ്യങ്ങളായി കൊണ്ടുവന്നിട്ടുള്ളത് യുവത്വത്തെയാണ്. കാരണം ഇത്രയും ഉദാത്തമായ ഒരു ലക്ഷ്യത്തിന് ഒരു ബലിതർപ്പണവും അധികമാവില്ല. ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടാണ് ഭഗത് സിംഗ് രാജ്യത്തിനു വേണ്ടി തൂക്കിലേറിയത്. രാജ്യത്തിന്റെ പുതുതലമുറയെ ഈ രക്തസാക്ഷിത്വം അഗാധമായ നിലയിലാണ് സ്വാധീനിച്ചത്. ഇന്ത്യൻ തെരുവുകളിൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് തുടർന്ന് വ്യാപകമായ നിലയിലേക്ക് അരങ്ങേറി. ചെറുപ്പം ആവേശപൂർവ്വം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരന്നു. 1932-ലാണ് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരക്കണക്കായ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഹോഷിയാർപൂർ കോടതിയിലെ കൊടിമരത്തിൽ കയറിയിട്ട് ആ കൊടിമരത്തിലുണ്ടായിരുന്ന യൂണിയൻ ജാക്ക് വാലിച്ചു കീറിയിട്ട് അവിടെ ത്രിവർണ പതാക ഉയർത്തുന്നത്. തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനത്തിലാണ് ഹോഷിയാർപൂർ കോടതി വളപ്പിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ വെടിയുണ്ടകളെ നേരിട്ടുകൊണ്ട് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താഴെ ഇറക്കിയിട്ട് ത്രിവർണ പതാക ഉയർത്തിയത്. ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പം കോടതിയിൽ ജഡ്ജി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. സുർജിത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: തൻ്റെ പേര് ലണ്ടൻ തോടാ സിംഗ്, ലണ്ടനെ തകർക്കുന്ന സിംഗ് എന്നാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കോടതിയെയും ജഡ്ജിനെയും എല്ലാം 16 വയസ്സുള്ള പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറിയ സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. ലാഹോറിലെ കുപ്രസിദ്ധമായ ചെങ്കോട്ട ജയിലിലെ ഇരുട്ടുമുറിയിൽ 4 വർഷക്കാലമാണ് ബ്രിട്ടൻ വിദ്യാർത്ഥിയായ സുർജിത്തിനെ തടവിലിട്ടത്. സഖാവിൻ്റെ കാഴ്ച ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന, അവസാന കാലം നഷ്ടപ്പെടുന്നതെല്ലാം ഈ പറയുന്ന ഭീകരമായ പീഡനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിനകത്തും പുറത്തും തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളുടെ ഊശിരൻ സമര സംഘടനകൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ അക്കാലത്ത് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതൃത്വം കൊടുത്തു. 1934 ഇപ്പറഞ്ഞ പോരാട്ടങ്ങളിലും സമരങ്ങളിലുമെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടൽ ഏറ്റവും ഭീഷണിയായി വന്ന കാലത്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1934 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു എന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ബ്രിട്ടന്റെ നിരോധനത്തെ മറികടക്കാൻ, നിരോധനത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം നിർത്തിയില്ല, അതിനെ മറികടക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിൽ ധാരാളം ബഹുജന സംഘടനകൾ രൂപീകരിച്ച് പാർട്ടി പ്രവർത്തനം ആ നിലയിൽ തന്നെ കൊണ്ടുപോയി. കിസാൻ സഭ, വിദ്യാർത്ഥി ഫെഡറേഷൻ, പുരോഗമന, റൈറ്റേഴ്സ് ഫോറം എന്നിവയിലൂടെ എല്ലാം ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഏറ്റവും രൂക്ഷമായ നിലയിൽ പാർട്ടി തുടർന്നു നയിച്ചു. 1937-ലും 1939-ലും അതേപോലെ തന്നെ ഈ പറയുന്ന 2-3 വർഷക്കാലത്തിനിടയിൽ പാർട്ടിയെ നിരോധിച്ച കാലത്ത് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് രേഖയിൽ പറയുന്നു 379 പണിമുടക്കങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടും പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നവരുടെയും ബഹുജന സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെട്ടുവെന്ന് ചരിത്രത്തിൽ എഴുതി ചേർക്കുന്നു. 7 ലക്ഷം തൊഴിലാളികളാണ് നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പാർട്ടി നൽകിയ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങളിൽ അണിനിരുന്നത്. ഇതേ സമയം തന്നെ കേരളത്തിലും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകി. 1931 തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം തൊഴിലാളി സംഘടനകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപീകരിക്കപ്പെട്ടു. ഉശിരന്മാരായ വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ ഈ സംഘടനകൾക്കെല്ലാം നേതൃത്വം നൽകപ്പെട്ടു. സമരമുഖങ്ങളിലേക്ക് തൊഴിലാളി വർഗം അതിസജീവമായ നിലയിലേക്ക് തന്നെ വന്നു. കോഴിക്കോട്ട് കോട്ടൺ മിൽ തൊഴിലാളികൾ, അതേപോലെ തന്നെ ഒട്ടു തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സംഘങ്ങൾ, കർഷക തൊഴിലാളികളുടെ സംഘം, അതേപോലെ തന്നെ കർഷകരുടെ സംഘടന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉശിരൻ പ്രസ്ഥാനങ്ങൾ
ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങൾ സജീവമായ നിലയിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം രൂപം കൊള്ളുകയാണ്. ജാതി അടിച്ചമർത്തലിനെതിരായുള്ള പോരാട്ടവും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടവും ഒരേ നിലയിലേക്ക് തന്നെ വിപ്ലവകാരികളുടെ ഈ പറയുന്ന വിവിധ സംഘടനകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരേപോലെ കൊണ്ടുപോയി. സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യം കൂടിയാലോചനകളിലൂടെയാണോ അതോ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണോ എന്ന സംവാദം കേരളത്തിലെ കോൺഗ്രസിനകത്തും അക്കാലത്ത് വളരെ ശക്തമായ നിലയിൽ തന്നെ ഉയർന്നു വന്നു. രാജ്യത്ത് ഉയർന്നു വന്ന അതേപോലെ തന്നെ ചെറുപ്പക്കാരിൽ പലരും കോൺഗ്രസിൻ്റെ ഈ അഴകുഴമ്പൻ നിലപാടുകൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. സോവിയറ്റ് വിപ്ലവം നൽകിയിട്ടുള്ള ആവേശം കേരളത്തിലും ധാരാളം വിപ്ലവകാരികളെ സൃഷ്ടിച്ചു. അത് സംഭവിച്ചത് കോൺഗ്രസിനകത്തുള്ള ഇടതുപക്ഷ വിങ്ങിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്ത് രൂപം കൊണ്ടില്ല. അങ്ങനെയാണ് ആ ഇടതുപക്ഷ വിങ്ങാണ് 1934 എല്ലാം ആകുമ്പോഴത്തേക്കും കൃഷ്ണപിള്ള സെക്രട്ടറി ആയിക്കൊണ്ടുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച കോൺഗ്രസ് എന്നും വക്കീൽ കോൺഗ്രസ് എന്നും അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സജീവമായ ഇടപെടലോടുകൂടി അത് ഏറ്റവും സജീവമായ പ്രസ്ഥാനമായി വളർന്നു വന്നു. ജനകീയ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസിലെ ഇടതുപക്ഷം അതിശക്തമായ നേതൃത്വം നൽകി. ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഈ പോരാട്ടങ്ങളുടെ എല്ലാം ഭാഗമായി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച വിപ്ലവകാരികൾ EMS-ഉം അതുപോലെ തന്നെ കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ള അക്കാലത്തെ വിപ്ലവകാരികൾ ജയിലിലെല്ലാം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയാണ്. സുന്ദരയ്യ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാരുമായി ജയിലിൽ വെച്ചിട്ടാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ കോൺഗ്രസ്സുകാർ ചർച്ചകളെല്ലാം നടത്തുന്നത്. അങ്ങനെ അത്തരം ആലോചനകളിൽ കൂടിയാണ് കേരളത്തിൽ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളെല്ലാം ഉണ്ടാകുന്നത്. 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഗ്രൂപ്പ് കോഴിക്കോട്ട് വെച്ച് രൂപീകരിക്കുകയാണ്. തുടർന്ന് 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി ബ്രിട്ടനെതിരായുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തെ സാമൂഹ്യ അടിച്ചമർത്തലിനെതിരായുള്ള പോരാട്ടവുമായി കണ്ണിയേർത്തുകൊണ്ടാണ്, ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അവരെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുന്നതിന് കോൺഗ്രസിലെ ഇടതുപക്ഷം ഏറ്റവും പ്രധാനമായ അവരുടെ ശ്രമം നടത്തിയത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സജീവമായി ആ നില തന്നെ സ്വീകരിച്ചു പോയി. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം ഇവയെല്ലാം ഇപ്പറഞ്ഞൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നടന്ന ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങളായിരുന്നു. വടക്കൻ മലബാറിനകത്താണെങ്കിൽ കർഷക പോരാട്ടങ്ങളായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ജന്മിത്വത്തിനെതിരായുള്ള പോരാട്ടവുമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ. 1934 ബ്രിട്ടീഷ് ഭരണകൂടം പാർട്ടിയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് വിളംബരം പുറപ്പെടുവിച്ച അതേ ഘട്ടത്തിൽ തന്നെ മറ്റു നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടെ അതിൻ്റെ ഒരു പ്രതിഫലനമെല്ലാം ഉണ്ടായി. 34 മുതൽ 42 വരെയുള്ള ദീർഘമായ 8 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച ഈ പറഞ്ഞ ദീർഘമായ 8 വർഷക്കാലം മറ്റെല്ലാ നിലയിലും ഒരു നിമിഷം പോലും പാർട്ടി നിർജീവമായി നിന്നില്ല. മറ്റെല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി പാർട്ടി ബ്രിട്ടനെതിരായുള്ള പോരാട്ടം നടത്തി. 42 ജൂലൈയിലാണ് പാർട്ടിയുടെ നിരോധനം പിൻവലിക്കുന്നത്. നിരോധനം കൂടി പിൻവലിച്ചോടുകൂടി കൂടുതൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകി. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ കുറിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ 50ാം വാർഷിക വേളയിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ പാർലമെന്റിന്റെ വിശേഷാൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 50ാം വർഷത്തിന്റെ ഭാഗമായി പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം ചേരുന്നു. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശങ്കർ ദയാൽ ശർമ്മ നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു. 1992 ആഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ പറയുന്ന പ്രത്യേക സെഷൻ ചേരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം എങ്ങനെയാണ്: കാൺപൂർ, ജംഷഡ്പൂർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നടന്ന വ്യാപകമായ മിൽ തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്ന് 1942 ആഗസ്റ്റ് 5-ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടം ലണ്ടനിലെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് അയച്ചു. ശങ്കർ ദയാൽ ശർമ്മയുടെ പ്രസംഗത്തിന്റെ ഭാഗമാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നു, തൊഴിലാളികളുടെ നടപടികളിൽ നിന്ന് ബ്രിട്ടീഷ് വിരോധം പുലർത്തുന്ന വിപ്ലവകാരികളാണ് അവരിൽ പലരും എന്നത് വ്യക്തമാണ്. അക്കാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെയുള്ള കാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കിനെ കുറിച്ച് ഇതിലും വലിയ സാക്ഷ്യം വേറെ ഉണ്ടാവേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അഭിമാനിക്കാവുന്ന നിലയിലേക്കുള്ള ബ്രിട്ടീഷ് രേഖകളാണ് ഈ പറയുന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലും കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നതിന് പാർലമെന്റിലെ ശങ്കർ ദയാൽ ശർമ്മയുടെ പ്രസംഗം തന്നെ പരിശോധിച്ചാൽ
എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ പറയുന്ന 42 ഉൾപ്പെടെ എടുത്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 1945 എല്ലാം ആകുമ്പോഴത്തേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. രാജ്യത്തെ ഇളക്കി മറിച്ച പോരാട്ടങ്ങൾക്ക് രണ്ടാം ലോക മഹായുദ്ധാനന്തരം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമരങ്ങൾ രാജ്യത്താകെയും നമ്മുടെ കേരളത്തിലും ഉൾപ്പെടെ നടന്നു. 2 ലക്ഷം തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്കാണ് 1945 തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാർ അവരൊന്നാകെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സംഘടിതമായി അണിചേർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സമരമുഖത്തേക്ക് കുതിച്ചു വന്ന മനുഷ്യരുടെ എണ്ണം 15 ലക്ഷത്തിലധികമാണെന്നാണ് ബ്രിട്ടന്റെ രേഖകളിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ബംഗാൾ ക്ഷാമത്തിന്റെ ഭാഗമായി ആയിരക്കണക്കായ മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ചു. അതേപോലെ തന്നെ തൊഴിലാളികളും കർഷകരും അധ്വാനിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഈ ബംഗാൾ ക്ഷാമം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരന്നു. ബംഗാളിലെ കർഷക തൊഴിലാളികൾ ഒന്നടങ്കം ഈ സമരത്തിൽ ബ്രിട്ടനെതിരായി ജീവൻ നൽകിക്കൊണ്ടുള്ള പോരാട്ടങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളിൽ നടത്തിയത്. ആന്ധ്രയിലെ തെലങ്കാനയിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി. രാജ്യത്ത് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലെ ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമായിരുന്നു തെലങ്കാന സമരം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അമേരിക്കൻ മോഡലിനെതിരെയും സാമൂഹ്യ അടിച്ചമർത്തലിനുമെതിരായി ഉജ്ജ്വലമായ പ്രക്ഷോഭം, പുന്നപ്രവയലാർ ഉൾപ്പെടെയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, വടക്കൻ മലബാറിലെ കാർഷിക പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം വലിയ നിലയിലേക്ക് നടന്നു. രാജ്യത്തെ നാവികർ സ്വാതന്ത്ര്യ സമരത്തിൽ അക്കാലത്ത് പങ്കാളികളായി. നാവിക കലാപത്തിനായിരുന്നു അക്കാലം സാക്ഷ്യം വഹിച്ചത്. നാവിക കലാപത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലെ തെരുവുകളിലെല്ലാം ഇറങ്ങി 10,000-കണക്കായ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള വൻ റാലികളാണ് ഇന്ത്യയിലെ നഗരങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ സംഘടിപ്പിച്ചത്. INA തടവുകാരുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉജ്ജ്വലങ്ങളായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം അക്കാലത്ത് നടത്തുകയുണ്ടായി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള സായുധ ഗറില്ല സമരമായിരുന്നു വീര തെലങ്കാനയിലെ പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യയിൽ നിന്നും വേറിട്ട സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ ഹൈദരാബാദ് നൈസാം കൈക്കൊണ്ട തീരുമാനത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആന്ധ്ര മഹാസഭയുടെയും നേതൃത്വത്തിൽ നടന്ന വലിയ മുന്നേറ്റമായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധവും അതുപോലെ തന്നെ ഈ പറയുന്ന ജന്മിത്വ വിരുദ്ധവും അതുപോലെ തന്നെ സ്വതന്ത്ര രാജ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള നൈസാമിന്റെ ശ്രമത്തിനുമെല്ലാം എതിരായിട്ടുള്ള ഉജ്ജ്വലമായ വീരുട്ട പോരാട്ടമായിരുന്നു വീര തെലുങ്കാന പോരാട്ടം. 30 ലക്ഷം ജനങ്ങൾ ആ പോരാട്ടത്തിൽ പങ്കാളികളായി. കൂലിപ്പട്ടാളത്തെയും കൊലയാളി സംഘങ്ങളായ റസാക്കർമാരെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷും അതേപോലെ തന്നെ അവിടുത്തെ നാട്ടുരാജ്യം നൈസാമിന്റെ പട്ടാളവും എല്ലാം കൂടി തൊഴിലാളികളെ നേരിട്ടെങ്കിൽ തൊഴിലാളികൾ ഈ പറയുന്ന നിലയിൽ ഒന്നിച്ചു സംഘടിതമായി തന്നെ ഈ പറയുന്ന മർദ്ദ വിഭാഗങ്ങളെല്ലാം നേരിട്ടു. 3000 ഗ്രാമങ്ങൾ ഈ സമരത്തിന്റെ പ്രത്യേക ഘട്ടത്തിൽ ജനകീയ സേനയുടെ നിയന്ത്രണത്തിലായി. 10 ലക്ഷം ഏക്കർ ഭൂമി ഭൂരഹിതർക്ക് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പോരാളികൾ വീതിച്ചു നൽകി. 1946 തുടങ്ങിയ പ്രക്ഷോഭം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണ്. ജനങ്ങളുടെ ഏറ്റവും ജീവത്തായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ആ പോരാട്ടങ്ങൾ നടന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബോംബെ നഗരത്തിൽ 1 ലക്ഷം തൊഴിലാളികൾ അണിനിരന്ന യുദ്ധവിരുദ്ധ റാലി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. യുദ്ധാനന്തര കാലത്തും അതേപോലെ തന്നെ ഈ പറയുന്ന പോരാട്ടങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷവും യുദ്ധമുണ്ടാക്കിയ കെടുതികൾക്കെതിരായി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുത്തു. 1946 ബോംബെയിൽ ആരംഭിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാവിക കലാപത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം തുടർച്ചയായി ധാരാളം പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് 20 ലക്ഷം മനുഷ്യന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ആ കാലത്തെ പോരാട്ടങ്ങൾ, അവസാനഘട്ട പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അങ്ങനെയാണ് 1947 ആഗസ്റ്റ് 15 ബ്രിട്ടൻ ഇന്ത്യ വിടുന്നു, ഇന്ത്യ സ്വതന്ത്രമാവുന്നു. ബഹുജന പ്രക്ഷോഭം വളർത്തിയെടുത്ത് ജനങ്ങളെയാകെ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരത്തുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചത്.
ഒറ്റപ്പെട്ട സായുധ സമരങ്ങളെ തൊഴിലാളി കർഷക സമരങ്ങളാക്കി അത് പരിവർത്തിപ്പിച്ചു, അത് വിപുലീകരിച്ചു. ബഹുജന പ്രക്ഷോഭങ്ങളാക്കി അത് വളർത്തിയെടുത്തു. ഒത്തുതീർപ്പ് സമരങ്ങളിലും സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തിരുന്ന കോൺഗ്രസിനെ ഒരു ബഹുജന പാർട്ടിയാക്കി വികസിപ്പിക്കുന്നതിൽ, സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിൽ, വളർത്തിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്ത് മുഖ്യമായ പങ്കുവഹിച്ചു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആവർത്തിച്ച് പറയട്ടെ, ഇന്ത്യക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. നേരത്തെ വിശദീകരിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാൽ എല്ലാ അർത്ഥത്തിലുമുള്ള വിവേചനങ്ങളിൽ നിന്നുള്ള മോചനമാണെന്നും സാമൂഹ്യ സാമ്പത്തിക പരിഷ്കാരമാണ് അതിനുള്ള അടിസ്ഥാനമെന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി. കലാപാനിയിലെ തടവറയിൽ കുത്തിവെക്കപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ പേരുകൾ, തൂക്കിലേറ്റപ്പെട്ട പ്രിയപ്പെട്ട സഖാക്കളുടെ പേരുകൾ, ബ്രിട്ടീഷ് ഭരണകൂടം നിഷ്കരുണം വെടിവെച്ചു കൊന്ന തൊഴിലാളി കർഷക സഖാക്കൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോടൊപ്പം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരന്ന് ജന്മി മാടമ്പി വർഗത്തിന്റെ കൊടിയ പീഡനങ്ങൾക്കെതിരായി മരിക്കേണ്ടി വന്ന പതിനായിരക്കണക്കായ സഖാക്കൾ, ഇതെല്ലാം 1920 മുതൽ 1947 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ ചരിത്രമാണ്, ത്യാഗമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ ചങ്കിലെ ചോര കൊണ്ട് കുറിച്ചിട്ട ഇതിഹാസമാണ് ഈ പറയുന്ന പോരാട്ടങ്ങൾ. ചരിത്രത്തിന്റെ ഇടിമുഴക്കങ്ങളായി ഇന്നും പ്രകമ്പനം കൊള്ളുന്ന ഓർമ്മകളാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടങ്ങൾ. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ പേരുമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ധാരാളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ 1964 മാർസൽ ലെനിനിസത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സഖാക്കളും പിന്നീട് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരായി മാറിയവരെല്ലാവരും ബ്രിട്ടന്റെ കൊടിയ പീഡനവും ജയിൽവാസവും അനുഭവിച്ചവരായിരുന്നു. ബ്രിട്ടീഷ് രേഖകളിലെ അപകടകാരികളായ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഈ പറയുന്നവരെല്ലാം. സുർജിത്ത് ഉൾപ്പെടെ, EMS ഉൾപ്പെടെ, AKG ഉൾപ്പെടെ, സുന്ദരയ്യ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ സഖാവ് കൃഷ്ണപിള്ള പങ്കുചേരുന്നത്. ബ്രിട്ടീഷ് പോലീസുകാരന്റെ ബയണറ്റിന്റെ കുത്തേറ്റിട്ട് ചോര സമരഭൂമിയിൽ കോഴിക്കോട്ട് കടപ്പുറത്തെ സമരഭൂമിയിൽ കോഴിക്കോട്ടെ മണൽത്തരികളുമായി തൻ്റെ ചോര സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ഗാഥ രചിച്ച ഒരു കാലം ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോഴും ത്രിവർണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് സാഹസികതയുടെ, ദേശസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകമായി മാറിയ സഖാവ് കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി. ദീർഘകാല കണ്ണൂർ ജയിലിൽ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്ന് ജയിലിൽ കഴിയേണ്ടി വന്ന പ്രിയപ്പെട്ട സഖാവ്, തൊഴിലാളികളുടെയും കർഷകരുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അവരെല്ലാം അണിനിരത്തിക്കൊണ്ട് പുതിയ തലമുറയെ ത്രസിപ്പിച്ച ഉജ്ജ്വലമായ വിപ്ലവകാരിയായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പോരാളികൾ ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവ്, ഇന്ത്യയുടെ വിപ്ലവ നക്ഷത്രങ്ങൾ. അവരോടൊപ്പം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി തലനാരിഴക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ സഖാക്കൾ കിശോരിലാലും ശിവവർമ്മയും അത്യപൂർവമായ വ്യക്തിത്വമുള്ള ഉജ്ജ്വലരായ വിപ്ലവകാരികൾ. അവർ പിന്നീട് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായി മാറി. 17ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കുറ്റം ചാർത്തി ജയിലിലടയ്ക്കപ്പെട്ട ധീരദേശാഭിമാനിയുടെ പേരായിരുന്നു മുസാഫർ അഹമ്മദ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവ്, CPIMന്റെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന സമുന്നതനായ നേതാവ്. 1923 മുതൽ 1927 വരെ കാൺപൂർ ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്നു സഖാവ് മുസാഫർ അഹമ്മദ്. നന്നേ ചെറുപ്പം മുതൽ തന്നെ ഈ പറയുന്ന ഭീകരമായ മർദ്ദനത്തിന്റെയും ജയിൽവാസത്തിന്റെ എല്ലാം ഭാഗമായി ക്ഷയരോഗം ഉൾപ്പെടെ ബാധിച്ച് ആ രോഗബാധയൊന്നും തൻ്റെ വിപ്ലവ പ്രവർത്തനത്തിന് തടസ്സമാവാത്ത നിലയിൽ ജീവൻ പണയപ്പെടുത്തിയും പോരാടിയ ധീരനായ പോരാളി. രാജ്യത്ത് എവിടെയെല്ലാം പോരാട്ടങ്ങൾ നടന്നുവോ അവിടെയെല്ലാം ഓടിയെത്തിയ ഉജ്ജ്വലനായ പോരാളി. രാജ്യത്ത് എവിടെയെല്ലാം ജയിലറകളുണ്ടോ അവിടെയെല്ലാം തുറങ്കലിലടയ്ക്കപ്പെട്ട ഉജ്ജ്വലനായ പോരാടി. അതായിരുന്നു മുസാഫർ അഹമ്മദ്. 1929 മൂററ്റ് ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു.
അതിനുശേഷം നാടുകടത്തപ്പെട്ടു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ പോരാട്ടങ്ങൾക്ക് പങ്കുചേർന്ന ഉജ്ജ്വലനായ പോരാളിയായിരുന്നു സഖാവ്. ചിറ്റഗോങ് ആയുധപുര പിടിച്ചെടുക്കൽ പോരാട്ടത്തിൽ 29ാമത്തെ വയസ്സിൽ പങ്കുചേരുകയും അന്തമാനിലേക്ക് നാടുകടത്തപ്പെടുകയും 1946-ൽ മാത്രം മോചിതനാവുകയും ചെയ്ത ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പശ്ചിമ ബംഗാളിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി, CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറിയ ഉജ്ജ്വലനായ വിപ്ലവകാരി ഗണേഷ് ഘോഷ്. വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്ന ഉജ്ജ്വലനായ പോരാളി. തന്റെ 16ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ അണിചേർന്ന് മരത്തിലെ മുള്ളിൽ നെഞ്ച് ചേർത്ത് വെച്ചിട്ട് അതിൽ മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്ന് വീണ രക്തത്തിൽ തൊട്ടുകൊണ്ട് മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സർവ്വതും ത്യജിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത സഖാവ് സരോജ് മുഖർജിയുടെയും ബിനോയ് ചൗധരിയുടെയും ഒപ്പം പോരാട്ടത്തിനിറങ്ങി. ബ്രിട്ടീഷ് പോലീസ് അവരുടെ ജയിൽ രേഖകളിലെല്ലാം ഏറ്റവും അപകടകാരിയായ പുള്ളി, ജയിൽ പുള്ളി എന്ന് രേഖപ്പെടുത്തിയ പ്രിയങ്കരനായ സഖാവ്, ഉജ്ജ്വലനായ വിപ്ലവകാരി സഖാവ് സാഹിരാജ്. 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തേബാഗ പോരാട്ടത്തിൽ അണിനിരന്നതിന്റെ പേരിൽ ജയിലറക്കുള്ളിൽ കഴിയേണ്ടി വന്ന ഉജ്ജ്വലനായ വിപ്ലവകാരി, വർഷങ്ങളോളമായി ജയിലിൽ കഴിയേണ്ടി വന്ന ഹേമന്ത ഘോഷാൽ തന്റെ അധ്യാപക ജോലി വലിച്ചെറിഞ്ഞ് കേളപ്പനോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ ജാഥയിൽ അണിചേർന്ന AKG, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവായി മാറിയ പോരാളി. 1947 ആഗസ്റ്റ് 15-ന് കണ്ണൂർ ജയിലിൽ ത്രിവർണ പതാക ഉയർത്തിയ ഉജ്ജ്വലനായ വിപ്ലവകാരി പോരാളി AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരുന്നു. ഉജ്ജ്വലനായ വിപ്ലവ കവി ഗാസി നസ്രുൽ ഇസ്ലാം 1925-ലെ കാൺപൂർ സമ്മേളന കാലം മുതൽ കർഷക തൊഴിലാളികൾ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ, ബ്രിട്ടീഷ് ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കൊടും കുറ്റം ചുമത്തപ്പെട്ട് മീററ്റ് ഗൂഢാലോചന കേസിൽ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ട ഉജ്ജ്വലനായ വിപ്ലവകാരി സഖാവ് ഗാസി നസ്രുൽ ഇസ്ലാം CPIM-ന്റെ നേതാവായിരുന്നു. 18ാമത്തെ വയസ്സിൽ രാമമൂർത്തിയോടൊപ്പം AKG-യോടൊപ്പം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകയായി. ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് കാലത്തും സ്വതന്ത്ര ഇന്ത്യയിലും ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്ന ജാനകി അമ്മാൾ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരന്ന് ദീർഘകാലം പ്രസിഡൻസി ജയിലിൽ കഴിയേണ്ടി വന്ന ധീര വിപ്ലവകാരി സമർ മുഖർജി. 32 വർഷം തടവറക്കുള്ളിലും 11 വർഷം ഒളിവിലും കഴിയേണ്ടി വന്ന സതീഷ് ബക്രാസി. ബ്രിട്ടീഷ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കൽക്കത്തയിലെ മെച്ചബസാർ തെരുവിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് ആ ഉജ്ജ്വല വിപ്ലവകാരിയെ ദീർഘകാലം ബ്രിട്ടീഷ് ഗവൺമെന്റ് ജയിലിൽ അടച്ചത്. സൈമൺ കമ്മീഷനെതിരായുള്ള പ്രതിഷേധത്തിൽ അണിചേർന്ന് 22ാം വയസ്സിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സഖാവ് P. രാമമൂർത്തി. 1940-ലെ മദ്രാശി കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചന കേസ് ഉൾപ്പെടെ നിരവധി ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് നിരവധി വർഷങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഉജ്ജ്വലനായ വിപ്ലവകാരി. അഹല്യ രംഗനേക്കർ, വിമല രണദിവെ, INA പോരാളി ലക്ഷ്മി സൈഗാൾ. ഝാൻസി റാണി റെജിമെന്റിന്റെ ചുമതലയുള്ള ധീരയായ പോരാളിയായിരുന്നു ലക്ഷ്മി സൈഗാൾ. 16ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് പട്ടാളത്തെ വെല്ലുവിളിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോഷിയാർപൂർ ജയിലിൽ യൂണിയൻ ജാക്ക് വലിച്ചു കീറി ത്രിവർണ പതാക ഉയർത്തിയ ധീരനായ ബാലൻ ഹർകിഷൻ സിംഗ് സുർജീത്. സ്വാതന്ത്ര്യാനന്തര ദിനങ്ങളിൽ തൊഴിലാളി കർഷകരെ അടിച്ചമർത്തി രാഷ്ട്രീയ അധികാരം കൈകൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയത്തിനെതിരായും രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കകത്ത് പോരാട്ടം തുടർന്ന ഈ ഉജ്ജ്വലരായ വിപ്ലവകാരികളെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ നൽകിക്കൊണ്ട് പങ്കുചേർന്നവരാണ്. സഖാവ് EMS-ഉം സഖാവ് AKG-യും സഖാവ് സുർജിത്തും അതുപോലെ തന്നെ സഖാവ് ബസവ പുന്നയ്യയും സുന്ദരയും ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ, CPIM രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പൊളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായിരുന്ന മുഴുവൻ സഖാക്കളും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകങ്ങളായിരുന്നു. അവരുടെ എല്ലാം പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നൈജീരിയയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ ദരിദ്രരുള്ള, ദാരിദ്ര്യത്തിൻ്റെ 60% സംഭാവന ചെയ്യുന്ന രാജ്യമാക്കി നമ്മുടെ നാടിനെ മാറ്റിയ BJP, ആ BJPയുടെ ഭരണം ഇന്ത്യ രാജ്യത്ത് വിരലിലെണ്ണാവുന്ന അതിസമ്പന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കുത്തകകളുടെയും കോർപ്പറേറ്റുകളുടെയും പിണിയാളുകളുടെ ഭരണം
ആ ഭരണത്തിനെതിരായുള്ള പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പോരാട്ടങ്ങളും മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയും രാഷ്ട്രത്തിന്റെ ഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടവും തുടരണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആഹ്വാനം ചെയ്യുന്നത്. രാജ്യത്തെ RSS നിയന്ത്രിക്കുന്ന, ഇന്ത്യയുടെ അടിത്തറ തകർക്കുന്ന, മതന്യൂനപക്ഷങ്ങളെ വംശഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ ഈ നയങ്ങൾ ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാക്കി ഈ RSSനും അവരുടെ നയങ്ങൾക്കുമെതിരായുള്ള പോരാട്ടങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ കർത്തവ്യമാണ്, കടമയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പം വഹിക്കുന്നത്. ആ പോരാട്ടത്തിൽ അണിനിരക്കാനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും ഉജ്ജ്വലമായ പ്രതിജ്ഞ കൈക്കൊള്ളുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ 75ാം വാർഷികത്തിൽ പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്തിയും 15 ദിവസം തുടർച്ചയായ പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഏറ്റവും ഉജ്ജ്വലമായ നിലയിലേക്ക് നടത്തണമെന്ന് CPIM ആഹ്വാനം ചെയ്യുന്നത്.